1 സാമുവേൽ അധ്യായം 6. കർത്താവിൻ്റെ പേടകം 7 മാസം ഫിലിസ്ത്യരുടെ രാജ്യത്തായിരുന്നു. ഫിലിസ്ത്യർ പുരോഹിതന്മാരെയും ജ്യോത്സ്യന്മാരെയും വിളിച്ചു വരുത്തി ചോദിച്ചു, കർത്താവിൻ്റെ പേടകം നാം എന്തു ചെയ്യണം? പൂർവ്വസ്ഥാനത്തേക്ക് തിരിച്ചയക്കുമ്പോൾ അതോടൊപ്പം നാം എന്താണ് കൊടുത്തയക്കേണ്ടത്? അവർ പറഞ്ഞു, ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ പേടകം തിരിച്ചയക്കുന്നത് വെറും കൈയോടെ ആകരുത്. ഒരു പ്രായശ്ചിത്ത ബലിക്കുള്ള വസ്തുക്കൾ തീർച്ചയായും കൊടുത്തയക്കണം. അപ്പോൾ നിങ്ങൾ സുഖം പ്രാപിക്കുകയും അവിടുത്തെ കരം നിങ്ങളിൽ നിന്ന് പിൻവലിക്കാഞ്ഞതിൻ്റെ കാരണം മനസ്സിലാവുകയും ചെയ്യും. എന്തു വസ്തുവാണ് പ്രായശ്ചിത്ത ബലിക്ക് ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കേണ്ടത് എന്ന് ഫിലിസ്ത്യർ ചോദിച്ചു. അവർ പറഞ്ഞു, ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ സംഖ്യ അനുസരിച്ച് സ്വർണനിർമ്മിതമായ 5 കുരുക്കളും 5 എലികളുമാകട്ടെ. കാരണം നിങ്ങൾക്കും നിങ്ങളുടെ പ്രഭുക്കന്മാർക്കും ഒരേ ബാധ തന്നെയാണല്ലോ ഉണ്ടായത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുരുക്കളുടെയും നിങ്ങളുടെ നാട് നശിപ്പിച്ച എലികളുടെയും രൂപം തന്നെ ഉണ്ടാക്കണം. അങ്ങനെ ഇസ്രായേല്യരുടെ ദൈവത്തിൻ്റെ മഹിമയെ പ്രകീർത്തിക്കുവിൻ. നിങ്ങളുടെയും നിങ്ങളുടെ ദേവന്മാരുടെയും നിങ്ങളുടെ നാടിൻ്റെയും മേൽ ശക്തിപ്പെട്ടിരിക്കുന്ന കരം അവിടുന്ന് പിൻവലിച്ചേക്കാം. ഈജിപ്തുകാരെയും ഫറവോയെയും പോലെ നിങ്ങളും എന്തിന് കഠിനഹൃദയരാകുന്നു? അവിടുന്ന് അവരെ പരിഹാസപാത്രമാക്കിയതിനു ശേഷമല്ലേ നാടുവിടാൻ ഈജിപ്തുകാർ ഇസ്രായേലിനെ അനുവദിച്ചതും അവർ പോയതും? അതുകൊണ്ട് നിങ്ങളൊരു പുതിയ വണ്ടി ഉണ്ടാക്കി ഒരിക്കലും നുകം വച്ചിട്ടില്ലാത്ത 2 കറവ പശുക്കളെ കെട്ടുവിൻ. അവയുടെ കുട്ടികൾ വീട്ടിൽ നിന്നുകൊള്ളട്ടെ. കർത്താവിൻ്റെ പേടകമെടുത്ത് വണ്ടിയിൽ വയ്ക്കുക. പ്രായശ്ചിത്ത ബലിക്ക് നിങ്ങൾ തയ്യാറാക്കിയ സ്വർണ്ണ ഉരുപ്പടികൾ പെട്ടിക്കുള്ളിലാക്കി അതിൻ്റെ ഒരു വശത്ത് വയ്ക്കുവിൻ. നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുവിൻ. സ്വന്തം നാടായ ബത്ത്ഷെമെഷിലേക്കാണ് അവ പോകുന്നതെങ്കിൽ തീർച്ചയായും അവിടുത്തെ കരങ്ങളാണ് ഈ വലിയ അനർത്ഥം നമുക്ക് വരുത്തിയത്. അല്ലെങ്കിൽ അവിടുന്നല്ല നമ്മെ ശിക്ഷിച്ചതെന്നും അവ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്നും നമുക്ക് അനുമാനിക്കാം. അവർ അപ്രകാരം ചെയ്തു. 2 കറവ പശുക്കളെ കൊണ്ടുവന്ന് വണ്ടിക്ക് കെട്ടി കിടാക്കളെ വീട്ടിൽ നിർത്തി. കർത്താവിൻ്റെ പേടകത്തോടൊപ്പം സ്വർണനിർമ്മിതമായ കുരുക്കളും എലികളുമുള്ള പെട്ടിയും അതിനുള്ളിൽ വച്ചു. പശുക്കൾ ബത്ത്ഷെമെഷിലേക്ക് ഉള്ള പെരുവഴിയിലൂടെ അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയി. ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ബത്ത്ഷെമെഷ് അതിർത്തി വരെ അവയെ അനുധാവനം ചെയ്തു. ബത്ത്ഷെമെഷിലെ ജനങ്ങൾ വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. തലയുയർത്തി നോക്കിയപ്പോൾ കണ്ടത് കർത്താവിൻ്റെ പേടകമാണ്. അവർ അത്യധികം ആനന്ദിച്ചു. വണ്ടി ബത്ത്ഷെമെഷുകാരനായ ജോഷുവയുടെ വയലിൽ ചെന്ന് നിന്നു. ഒരു വലിയ കല്ല് അവിടെ ഉണ്ടായിരുന്നു. വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ ദഹനബലിയായി അവർ കർത്താവിന് സമർപ്പിച്ചു. ലേവ്യർ കർത്താവിൻ്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഉരുപ്പടികൾ വച്ചിരുന്ന പെട്ടിയും താഴെ ഇറക്കി ആ വലിയ കല്ലിന്മേൽ വെച്ചു. ബത്ത്ഷെമെഷിലെ ജനങ്ങൾ അന്ന് ദഹനബലികളും ഇതര ബലികളും കർത്താവിന് സമർപ്പിച്ചു. ഇത് കണ്ടതിന് ശേഷം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ 5 പേരും അന്ന് തന്നെ എക്രോണിലേക്ക് മടങ്ങി. കർത്താവിന് പ്രായശ്ചിത്ത ബലിയായി ഫിലിസ്ത്യർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ ഒന്ന് അഷ്ദോദിനും മറ്റൊന്ന് ഗാസായ്ക്കും, 3-ാമത്തേത് അഷ്കലോനും, 4-ാമത്തേത് ഗത്തിനും, 5-ാമത്തേത് എക്രോണിനും വേണ്ടിയായിരുന്നു. സ്വർണ്ണ എലികൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാരുടെ അധീനതയിലുള്ള കോട്ടകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളുടെയും തുറസായ ഗ്രാമങ്ങളുടെയും സംഖ്യ അനുസരിച്ചായിരുന്നു. കർത്താവിൻ്റെ പേടകം ഇറക്കിവെച്ച ആ വലിയ കല്ല് ഈ സംഭവത്തിന് സാക്ഷിയായി ഇന്നും ബത്ത്ഷെമെഷുകാരനായ ജോഷുവയുടെ വയലിൽ ഉണ്ട്. കർത്താവിൻ്റെ പേടകത്തിലേക്ക് എത്തിനോക്കിയ 70 ബത്ത്ഷെമെഷുകാരെ അവിടുന്ന് വധിച്ചു. കർത്താവ് അവരുടെ ഇടയിൽ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് അവർ വിലപിച്ചു. ബത്ത്ഷെമെഷിലെ
ആളുകൾ പറഞ്ഞു, കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ അടുത്ത് നിന്ന് അവിടുത്തെ എങ്ങോട്ട് അയക്കും? അവർ ദൂതന്മാരെ കിരിയാത്തയാറിമിലെ ജനങ്ങളുടെ അടുത്തയച്ച് പറഞ്ഞു, കർത്താവിൻ്റെ പേടകം ഫിലിസ്ത്യർ തിരിച്ചയച്ചിരിക്കുന്നു, നിങ്ങൾ വന്ന് ഏറ്റെടുത്തുകൊള്ളുവിൻ. ഒന്ന് സാമുവേൽ അധ്യായം 7. കിരിയാത്തയാറിമിലെ ആളുകൾ വന്ന് കർത്താവിൻ്റെ പേടകം ഗിരിമുകളിൽ താമസിച്ചിരുന്ന അബീനാദാബിൻ്റെ ഭവനത്തിൽ എത്തിച്ചു. അത് സൂക്ഷിക്കുന്നതിന് അബീനാദാബിൻ്റെ പുത്രൻ എലയാസറിനെ അവർ അഭിഷേകം ചെയ്തു. കർത്താവിൻ്റെ പേടകം അവിടെ ഏറെക്കാലം 20 വർഷത്തോളം ഇരുന്നു. ഇസ്രായേൽ ജനം കർത്താവിലേക്ക് തിരിഞ്ഞ് വിലപിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സാമുവേൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ കർത്താവിലേക്ക് തിരിയേണ്ടതിന് അന്യദേവന്മാരെയും അസ്താർത്ഥ ദേവതകളെയും ബഹിഷ്കരിക്കണം. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവിൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവിൻ. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഇസ്രായേല്യർ ബാലിൻ്റെയും അസ്താർത്ഥയുടെയും ബിംബങ്ങളെ ബഹിഷ്കരിച്ച് കർത്താവിനെ മാത്രം ആരാധിച്ചു. സാമുവേൽ പറഞ്ഞു, ഇസ്രായേൽ മുഴുവൻ മിസ്പായിൽ ഒരുമിച്ച് കൂടട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവർ മിസ്പായിൽ ഒരുമിച്ച് കൂടി വെള്ളം കോരി കർത്താവിൻ്റെ സന്നിധിയിൽ പകർന്നു. ആ ദിവസം മുഴുവൻ അവർ ഉപവസിച്ചു. ഞങ്ങൾ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി എന്ന് അവർ ഏറ്റുപറഞ്ഞു. മിസ്പായിൽ വെച്ചാണ് സാമുവേൽ ഇസ്രായേൽ ജനത്തെ ന്യായപാലനം ചെയ്യാൻ തുടങ്ങിയത്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ പുറപ്പെട്ടു. ഇസ്രായേൽക്കാർ ഭയചകിതരായി ഫിലിസ്ത്യരിൽ നിന്ന് തങ്ങളെ രക്ഷിക്കുന്നതിന് ദൈവമായ കർത്താവിനോട് നിരന്തരം പ്രാർത്ഥിക്കണമേ എന്ന് അവർ സാമുവേലിനോട് അപേക്ഷിച്ചു. സാമുവേൽ മുലകുടി മാറാത്ത ഒരാട്ടിൻകുട്ടിയെ സമ്പൂർണ്ണ ദഹനബലിയായി കർത്താവിന് അർപ്പിച്ചു. അവൻ ഇസ്രായേലിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് അവൻ്റെ പ്രാർത്ഥന ശ്രവിച്ചു. സാമുവേൽ ദഹനബലി അർപ്പിച്ചുകൊണ്ടിരിക്കവേ ഫിലിസ്ത്യർ ഇസ്രായേല്യരെ ആക്രമിക്കാൻ അടുത്തുകൊണ്ടിരുന്നു. കർത്താവ് ഭയങ്കരമായ ഒരു ഇടിനാദം മുഴക്കി ഫിലിസ്ത്യരെ സംഭ്രാന്തരാക്കി. അവർ പലായനം ചെയ്തു. ഇസ്രായേല്യർ മിസ്പായിൽ നിന്ന് ബത്കാർ വരെ അവരെ പിന്തുടർന്ന് വധിച്ചു. അനന്തരം സാമുവേൽ മിസ്പായ്ക്കും ജഷാനായ്ക്കും മധ്യേ ഒരു കല്ല് സ്ഥാപിച്ചു. ഇതുവരെ കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് എബനേസർ എന്ന് പേരിട്ടു. അങ്ങനെ ഫിലിസ്ത്യർ കീഴടങ്ങി. പിന്നീടൊരിക്കലും അവർ ഇസ്രായേൽ ദേശത്ത് കാലുകുത്തിയിട്ടില്ല. സാമുവേലിൻ്റെ കാലമത്രയും കർത്താവിൻ്റെ കരം ഫിലിസ്ത്യർക്കെതിരെ ബലപ്പെട്ടിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരുന്ന പ്രദേശങ്ങളെല്ലാം അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തു. ഇസ്രായേല്യർ തങ്ങളുടെ പ്രദേശമെല്ലാം ഫിലിസ്ത്യരിൽ നിന്ന് വീണ്ടെടുത്തു. ഇസ്രായേല്യരും അമ്മോന്യരും തമ്മിൽ സമാധാനമുണ്ടായി. സാമുവേൽ തൻ്റെ ജീവിതകാലം അത്രയും ഇസ്രായേലിൽ നീതിപാലനം നടത്തി. ബഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നീ സ്ഥലങ്ങൾ വർഷം തോറും സന്ദർശിച്ച് അവിടെയും അവൻ നീതിപാലനം നടത്തിയിരുന്നു. അനന്തരം തൻ്റെ ഭവനം സ്ഥിതി ചെയ്തിരുന്ന റാമായിലേക്ക് അവൻ മടങ്ങിപ്പോയി. അവിടെയും നീതിപാലനം നടത്തുകയും കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്തു. ഒന്ന് സാമുവേൽ അധ്യായം 8. സാമുവേൽ വൃദ്ധനായപ്പോൾ മക്കളെ ഇസ്രായേലിൽ ന്യായാധിപന്മാരായി നിയമിച്ചു. മൂത്ത മകൻ ജോയേലും രണ്ടാമൻ അബിയായും ബേർഷബായിൽ ന്യായാധിപന്മാരായിരുന്നു.
അവർ പിതാവിൻ്റെ മാർഗം പിന്തുടർന്നില്ല. പണമായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ കൈക്കൂലി വാങ്ങുകയും അനീതി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നദ്ധിയിൽ ഒരുമിച്ചുകൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റ് ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. ഞങ്ങൾക്ക് ഒരു രാജാവിനെ തരിക എന്ന് അവർ പറഞ്ഞത് സാമുവേലിന് ഇഷ്ടമായില്ല. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്തത് തന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. രാജാവിനെ ആവശ്യപ്പെട്ടവരോട് കർത്താവിൻ്റെ വാക്ക് സാമുവേൽ അറിയിച്ചു. നിങ്ങളെ ഭരിക്കാനിരിക്കുന്ന രാജാവ് നിങ്ങളോട് ഇങ്ങനെ ചെയ്യും. തൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഓടാൻ തേരാളികളും അശ്വഭടന്മാരുമായി അവൻ നിങ്ങളുടെ പുത്രന്മാരെ നിയോഗിക്കും. ആയിരങ്ങളുടെയും അൻപതുകളുടെയും അധിപന്മാരായി അവൻ അവരെ നിയമിക്കും. ഉഴവുകാരും കൊയ്ത്തുകാരും ആയുധപ്പണിക്കാരും രഥോപകരണ നിർമ്മാതാക്കളുമായി അവരെ നിയമിക്കും. നിങ്ങളുടെ പുത്രിമാരെ സുഗന്ധ തൈലക്കാരികളും പാചകക്കാരികളും അപ്പക്കാരികളും ആക്കും. നിങ്ങളുടെ വയലുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ഒലിവ് തോട്ടങ്ങളിലും വെച്ച് ഏറ്റവും നല്ലത് അവൻ തൻ്റെ സേവകർക്ക് നൽകും. നിങ്ങളുടെ ധാന്യങ്ങളുടെയും മുന്തിരിയുടെയും ദശാംശമെടുത്ത് അവൻ തൻ്റെ കിങ്കരന്മാർക്കും ഭൃത്യന്മാർക്കും നൽകും. നിങ്ങളുടെ ദാസന്മാരെയും ദാസികളെയും ഏറ്റവും നല്ല കന്നുകാലികളെയും കഴുതകളെയും അവൻ തൻ്റെ ജോലിക്ക് നിയോഗിക്കും. അവൻ നിങ്ങളുടെ ആട്ടിൻപറ്റത്തിൻ്റെ ദശാംശം എടുക്കും. നിങ്ങൾ അവൻ്റെ അടിമകളായിരിക്കും. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രാജാവ് നിമിത്തം അന്ന് നിങ്ങൾ വിലപിക്കും. എന്നാൽ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല. സാമുവേലിൻ്റെ വാക്കുകൾ ജനം അവഗണിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് രാജാവിനെ കിട്ടണം. ഞങ്ങൾക്കും മറ്റ് ജനതകളെപ്പോലെ ആകണം. ഞങ്ങളുടെ രാജാവ് ഞങ്ങളെ ഭരിക്കുകയും നയിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും ചെയ്യണം. ജനങ്ങൾ പറഞ്ഞത് സാമുവേൽ കർത്താവിൻ്റെ മുമ്പിൽ ഉണർത്തിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, അവരുടെ വാക്കനുസരിച്ച് അവർക്ക് ഒരു രാജാവിനെ വാഴിച്ചു കൊടുക്കുക. സാമുവേൽ ഇസ്രായേല്യരോട് പറഞ്ഞു, ഓരോരുത്തരും താങ്കളുടെ പട്ടണങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. 1 സാമുവേൽ അധ്യായം 9. ബെഞ്ചമിൻ ഗോത്രജനായ കിഷ് എന്നൊരാളുണ്ടായിരുന്നു. അവൻ അബിയേലിൻ്റെ മകനായിരുന്നു. അബിയേൽ സെരോറിൻ്റെയും സെരോർ ബൊക്കോറാത്തിൻ്റെയും ബൊക്കോറാത്ത് അഫിയായുടെയും പുത്രനായിരുന്നു. അഫിയ ബെഞ്ചമിൻ ഗോത്രക്കാരനും ധനികനുമായിരുന്നു. കിഷിന് സാവൂൾ എന്നൊരു പുത്രനുണ്ടായിരുന്നു. അവനേക്കാൾ കോമളനായി ഇസ്രായേലിൽ മറ്റാരുമില്ലായിരുന്നു. അവൻ്റെ തോളൊപ്പം ഉയരമുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ സാവൂളിൻ്റെ പിതാവായ കിഷിൻ്റെ കഴുതകൾ കാണാതായി. അവൻ സാവൂളിനോട് പറഞ്ഞു, ഒരു ഭൃത്തിനെയും കൂട്ടി കഴുതകളെ അന്വേഷിക്കുക. അവർ എഫ്രായിം മലനാട്ടിലും ഷലീഷ ദേശത്തും അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. ഷാലിൻ ദേശത്തും തിരക്കി, അവിടെയും ഇല്ലായിരുന്നു. അനന്തരം ബെഞ്ചമിൻ്റെ നാട്ടിൽ അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. സൂഫിൻ്റെ ദേശത്തെത്തിയപ്പോൾ സാവൂൾ ഭൃത്തിനോട് പറഞ്ഞു, നമുക്ക് തിരികെ പോകാം, അല്ലെങ്കിൽ പിതാവ് കഴുതകളുടെ കാര്യം വിട്ട് നമ്മെപ്പറ്റി ആകുലചിത്തനാകും. ഭൃത്യൻ പറഞ്ഞു, ഈ പട്ടണത്തിൽ
വളരെ പ്രശസ്തനായ ഒരു ദൈവപുരുഷനുണ്ട്. അവൻ പറയുന്നതെല്ലാം അതുപോലെ സംഭവിക്കും. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരുപക്ഷെ നമ്മുടെ കാര്യം സാധിക്കുന്നതിനുള്ള മാർഗം അവൻ കാണിച്ചു തരും. സാവൂൾ അവനോട് ചോദിച്ചു, നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവന് കൊടുക്കുക? നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ തീർന്നുപോയി. അവന് കൊടുക്കാൻ ഒന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. ഭൃത്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ 1/4 ഷെക്കൽ വെള്ളിയുണ്ട്, അത് അവന് കൊടുക്കാം. നമ്മുടെ കഴുതകളെ എവിടെ കണ്ടെത്താമെന്ന് അവൻ പറഞ്ഞു തരും. പണ്ട് ഇസ്രായേലിൽ ഒരുവൻ ദൈവഹിതം ആരായാൻ പോകുമ്പോൾ നമുക്ക് ദീർഘദർശിയുടെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിരുന്നു. പ്രവാചകൻ അക്കാലത്ത് ദീർഘദർശി എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത്. കൊള്ളാം, നമുക്ക് പോകാം, സാവൂൾ പറഞ്ഞു. അവർ ദൈവപുരുഷൻ താമസിക്കുന്ന പട്ടണത്തിലേക്ക് പോയി. അവർ പട്ടണത്തിലേക്കുള്ള കയറ്റം കയറുമ്പോൾ വെള്ളം കോരാൻ വന്ന യുവതികളോട് ചോദിച്ചു, ദീർഘദർശി ഇവിടെയെങ്ങാനും ഉണ്ടോ? ഉണ്ട്, അവർ പറഞ്ഞു. അതാ നിങ്ങളുടെ മുൻപിൽ പോകുന്നു, വേഗം ചെല്ലുവിൻ. അവനിപ്പോൾ പട്ടണത്തിൽ വന്നതേയുള്ളൂ. ഇന്ന് മലമുകളിൽ ജനങ്ങൾക്കൊരു ബലി സമർപ്പിക്കാനുണ്ട്. പട്ടണത്തിൽ ചെന്നാലുടനെ ഭക്ഷണം കഴിക്കാൻ മലമുകളിലേക്ക് പോകുന്നതിന് മുൻപ് അവനെ നിങ്ങൾക്ക് കാണാം. അവൻ ബലി അർപ്പിക്കുന്നതിന് മുൻപ് ജനങ്ങൾ ഭക്ഷിക്കുകയില്ല. ക്ഷണിക്കപ്പെട്ടവർ പിന്നീടാണ് ഭക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ പൊയ്ക്കൊള്ളൂ, ഉടനെ അവനെ കാണാം. അവർ പട്ടണത്തിൽ ചെന്നു മലമുകളിലേക്ക് പോകുന്ന വഴിക്ക് അവനെ കണ്ടു. സാവൂൾ വന്നതിൻ്റെ തലേ ദിവസം കർത്താവ് സാമൂലിന് വെളിപ്പെടുത്തിയിരുന്നു, നാളെ ഈ സമയത്ത് ബെഞ്ചമിൻ്റെ നാട്ടിൽ നിന്ന് ഒരുവനെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. അവനെ നീ എൻ്റെ ജനത്തിൻ്റെ രാജാവായി അഭിഷേകം ചെയ്യണം. ഫിലിസ്തീയരുടെ കരങ്ങളിൽ നിന്ന് അവരെ അവൻ രക്ഷിക്കും. എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കാണുകയും അവരുടെ നിലവിളി ഞാൻ ശ്രവിക്കുകയും ചെയ്തിരിക്കുന്നു. സാവൂൾ സാമൂലിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ കർത്താവ് സാമൂലിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞത് ഇവനെ പറ്റിയാണ്. എൻ്റെ ജനത്തെ ഭരിക്കുന്നവൻ ഇവനാണ്. സാവൂൾ പട്ടണവാതിൽക്കൽ വെച്ച് സാമൂലിനെ സമീപിച്ച് ചോദിച്ചു, ദീർഘദർശിയുടെ ഭവനം എവിടെയാണെന്ന് കാണിച്ചു തരാമോ? സാമൂൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അവൻ. മലമുകളിലേക്ക് എൻ്റെ മുൻപേ നടന്നുകൊള്ളുക. ഇന്ന് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കണം. പ്രഭാതത്തിൽ മടങ്ങിപ്പോകാം. അപ്പോൾ നിങ്ങൾക്കാവശ്യമുള്ളത് പറഞ്ഞു തരാം. 3 ദിവസം മുൻപ് കാണാതായ കഴുതകളെക്കുറിച്ച് ആകുലചിത്തനാകേണ്ട, അവയെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഇസ്രായേലിൽ അഭികാമ്യമായതെല്ലാം ആർക്കുള്ളതാണ്? നിനക്കും നിന്റെ പിതൃഭവനത്തിലുള്ളവർക്കും അല്ലയോ? സാവൂൾ പ്രതിവചിച്ചു, ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവനല്ലേ ഞാൻ? അതിൽ തന്നെ ഏറ്റവും എളിയ കുടുംബമല്ലേ എൻ്റേത്? പിന്നെ എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്? അനന്തരം സാമൂൽ അവരെ ഭക്ഷണശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി 30ഓളം വരുന്ന അതിഥികളുടെ ഇടയിൽ പ്രമുഖ സ്ഥാനത്തിരുത്തി. പാചകനോട് അവൻ പറഞ്ഞു, ഞാൻ നിന്നോട് എടുത്തു വയ്ക്കാൻ പറഞ്ഞ ഭാഗം കൊണ്ടുവരിക. പാചകൻ കാൽക്കുറവ് കൊണ്ടുവന്ന് സാവൂളിന് വിളമ്പി. സാമൂൽ പറഞ്ഞു, നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നതാണ് ഇത്. ഭക്ഷിച്ചാലും വിരുന്നുകാരോടൊത്ത് ഭക്ഷിക്കുന്നതിന് നിനക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ചിരുന്നതാണ്. അന്ന് സാവൂൾ സാമൂലിനോടൊത്ത് ഭക്ഷിച്ചു. അവർ മലമുകളിൽ നിന്നിറങ്ങി പട്ടണത്തിലെത്തി. വീടിൻ്റെ മുകൾ തട്ടിൽ കിടക്ക തയ്യാറാക്കിയിരുന്നു. സാവൂൾ അവിടെ കിടന്നുറങ്ങി. പ്രഭാതമായപ്പോൾ സാമുവൽ വീടിൻ്റെ മുകൾ തട്ടിൽ ചെന്ന് സാവൂളിനെ വിളിച്ചു, എഴുന്നേൽക്കുക, നീ പോകേണ്ട വഴി ഞാൻ കാണിച്ചു തരാം. സാവൂൾ എഴുന്നേറ്റ് അവനോടുകൂടെ വഴിയിലേക്ക് ഇറങ്ങി. നഗരപ്രാന്തത്തിലെത്തിയപ്പോൾ സാമുവൽ സാവൂളിനോട് പറഞ്ഞു, ഭൃത്യനോട് മുൻപേ പൊയ്ക്കൊള്ളാൻ പറയുക. അവൻ പൊയ്ക്കഴിയുമ്പോൾ ഒരു നിമിഷം ഇവിടെ നിൽക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഞാൻ നിന്നോട് പറയാം.
1 സാമുവേൽ അധ്യായം 10. സാമുവേൽ ഒരു പാത്രം ഒലിവെണ്ണയെടുത്ത് സാവൂളിൻ്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേകിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തൻ്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളം ഇതായിരിക്കും. ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിൻ്റെ നാട്ടിലെ സെൽസാഹിൽ റാഹേലിൻ്റെ ശവകുടീരത്തിന് സമീപം 2 ആളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എൻ്റെ മകൻ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്ക് വൃക്ഷത്തിന് സമീപമെത്തുമ്പോൾ ബഥേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന 3 പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ 3 ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, രണ്ടാമൻ 3 അപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് 2 അപ്പം നിനക്ക് നൽകും, അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്ത്യർ കൂടാരമടിച്ചിരിക്കുന്ന ഗിബെയായിലുള്ള ദൈവത്തിൻ്റെ മലയിൽ നീ എത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തുകൊള്ളുക. ദൈവം നിന്നോടുകൂടെ ഉണ്ട്. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ 7 ദിവസം നീ കാത്തിരിക്കുക. സാവൂൾ സാമുവേലിൻ്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവനൊരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാവൂളും ഭൃത്യനും ഗിബെയായിലെത്തിയപ്പോൾ പ്രവാചകഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിൻ്റെ മകൻ എന്തുപറ്റി? സാവൂളും പ്രവാചകനോ? അവിടുത്തുകാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവ് ആരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി. സാവൂളിൻ്റെ പിതൃസഹോദരൻ അവനോടും ഭൃത്തിനോടും ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? കഴുതകളെ തിരക്കിപ്പോയതായിരുന്നു. അവയെ കാണായികയാൽ ഞങ്ങൾ സാമുവേലിൻ്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു. സാമുവേൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെപ്പറ്റി സാമുവേൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല. സാമുവേൽ ജനത്തെ മിസ്പായിൽ കർത്താവിൻ്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി. ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ടിപ്പോൾ ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും ക്രമത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുവിൻ. അനന്തരം സാമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി. മത്രി കുടുംബത്തിനാണ് കുറി വീണത്. അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി. കിഷിൻ്റെ മകനായ സാവൂളിനെ കുറിയിട്ട് സ്വീകരിച്ചു. എന്നാൽ
അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല. അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. അവനിതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ മറ്റാരെയുംകാൾ അവൻ്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു. സാമുവേൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ? അവനെപ്പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ജനം ആർത്തു വിളിച്ചു. അനന്തരം സാമുവേൽ രാജധർമ്മത്തെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു. അതെല്ലാം ഒരു പുസ്തകത്തിൽ എഴുതി കർത്താവിൻ്റെ മുമ്പിൽ വെച്ചു. പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. സാവൂളും ഗിബെയായിലുള്ള തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി. ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു. എന്നാൽ ചില കുബുദ്ധികൾ ചോദിച്ചു, നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ? അവർ അവനെ അധിക്ഷേപിച്ചു. കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല. അവൻ അത് ഗവനിച്ചില്ല. Chapter 6. The ark of the Lord had been in the land of the Philistines 7 months when they summoned priests and fortune-tellers to ask, "What shall we do with the ark of the Lord? Tell us what we should send back with it." They replied, "If you intend to send away the ark of the God of Israel, you must not send it alone, but must, by all means, make amends to him through a guilt offering. Then you will be healed and will learn why he continues to afflict you." When asked further, "What guilt offering should be our amends to him?" they replied, 5 golden hemorrhoids and 5 golden mice to correspond to the number of Philistine lords, since the same plague has struck all of you and your lords. Therefore make images of the hemorrhoids and of the mice that are infesting your land, and give them as a tribute to the God of Israel. Perhaps then he will cease to afflict you, your gods, and your land. Why should you become stubborn as the Egyptians and Pharaoh were stubborn? Was it not after he had dealt ruthlessly with them that the Israelites were released and departed? So now set to work and make a new cart. Then take 2 milch cows that have not borne the yoke, hitch them to the cart, but drive their calves indoors away from them. You shall next take the ark of the Lord and place it on the cart, putting in a box beside it the golden articles that you are offering, as amends for your guilt. Start it on its way and let it go. Then watch. If it goes to Beth-shemesh along the route to his own territory, he has brought this great calamity upon us. If not, we will know it was not he who struck us, but that an accident happened to us. They acted upon this advice. Taking 2 milch cows, they hitched them to the cart, but shut up their calves indoors. Then they placed the ark of the Lord on the cart, along with the box containing the golden mice and the images of the hemorrhoids. The cows went straight for the route to Beth-shemesh, and continued along this road, mooing as they went, without turning right or left. The Philistine lords followed them as far as the border of Beth-shemesh. The people of Beth-shemesh were harvesting the wheat in the valley. When they looked up and spied the ark, they greeted it with rejoicing. The cart came to the field of Joshua the Beth-shemite, and stopped there. At a large stone in the field, the wood of the cart was split up, and the cows were offered as a holocaust to the Lord. The Levites, meanwhile, had taken down the ark of God and the box beside it, in which the golden articles were, and had placed them on the great stone. The men of Beth-shemesh also offered other holocausts and sacrifices to the Lord that day. After witnessing this, the 5 Philistine lords returned to Ekron the same day. The golden hemorrhoids the Philistines sent back as a guilt offering to the Lord were as follows: 1 for Ashdod, 1 for Gaza, 1 for Ashkelon, 1 for Gath, and 1 for Ekron. The golden mice, however, corresponded to the number of all the cities of the Philistines belonging to the 5 lords, including fortified cities and open villages. The large stone on which the ark of the Lord was placed is still in the field of Joshua the Beth-shemite at the present time. The descendants of Jeconiah did not join in the celebration with the inhabitants of Beth-shemesh when they greeted the ark of the Lord, and 70 of them were struck down.
The people went into mourning at this great calamity with which the Lord had afflicted them. The men of Beth Shemesh asked, Who can stand in the presence of this Holy One? To whom shall he go from us? Then they sent messengers to the inhabitants of Kiriath Jearim, saying, The Philistines have returned the ark of the Lord. Come down and get it. Chapter 7. So the inhabitants of Kiriath Jearim came for the ark of the Lord, and brought it into the house of Abinadab on the hill, appointing his son Eleazar as guardian of the ark of the Lord. From the day the ark came to rest in Kiriath Jearim, a long time, 20 years elapsed, and the whole Israelite population turned to the Lord. Samuel said to them, If you wish with your whole heart to return to the Lord, put away your foreign gods and your Ashtaroth, devote yourselves to the Lord, and worship him alone. Then he will deliver you from the power of the Philistines. So the Israelites put away their Baals and Ashtaroth, and worshipped the Lord alone. Samuel then gave orders, Gather all Israel to Mizpah, that I may pray to the Lord for you. When they were gathered at Mizpah, they drew water and poured it out on the ground, before the Lord. And they fasted that day, confessing, We have sinned against the Lord. It was at Mizpah that Samuel began to judge the Israelites. When the Philistines heard that the Israelites had gathered at Mizpah, their lords went up against Israel. Hearing this, the Israelites became afraid of the Philistines, and said to Samuel, Implore the Lord our God unceasingly for us, to save us from the clutches of the Philistines. Samuel therefore took an unweaned lamb, and offered it entire as a holocaust to the Lord. He implored the Lord for Israel, and the Lord heard him. While Samuel was offering the holocaust, the Philistines advanced to join battle with Israel. That day, however, the Lord thundered loudly against the Philistines, and threw them into such confusion that they were defeated by Israel. Thereupon the Israelites sallied forth from Mizpah, and pursued the Philistines, harrying them down beyond Beth-kar. Samuel then took a stone, and placed it between Mizpah and Jeshanah. He named it Ebenezer, explaining, To this point has the Lord helped us. Thus were the Philistines subdued, never again to enter the territory of Israel, for the Lord was severe with them as long as Samuel lived. The cities from Ekron to Gath, which the Philistines had taken from Israel, were restored to them. Israel also freed the territory of these cities from the dominion of the Philistines. Moreover, there was peace between Israel and the Amorites. Samuel judged Israel as long as he lived. He made a yearly journey, passing through Bethel, Gilgal, and Mizpah, and judging Israel at each of these sanctuaries. Then he used to return to Ramah, for that was his home. There, too, he judged Israel, and built an altar to the Lord. Chapter 8. In his old age Samuel appointed his sons judges over Israel. His firstborn was named Joel, his second son Abijah. They judged at Beersheba. His sons did not follow his example, but sought illicit gain, and accepted bribes, perverting justice. Therefore all the elders of Israel came in a body to Samuel at Ramah, and said to him, Now that you are old, and your sons do not follow your example, appoint a king over us, as other nations have, to judge us. Samuel was displeased when they asked for a king to judge them. He prayed to the Lord, however, who said in answer, Grant the people's every request. It is not you they reject, they are rejecting me as their king. As they have treated me constantly from the day I brought them up from Egypt to this day, deserting me and worshipping strange gods, so do they treat you too. Now grant their request, but at the same time warn them solemnly, and inform them of the rights of the king who will rule them. Samuel delivered the message of the Lord in full to those who were asking him for a king. He told them, The rights of the king who will rule you will be as follows. He will take your sons, and assign them to his chariots and horses, and they will run before his chariot. He will also appoint from among them his commanders of groups of 1,000 and of 100 soldiers. He will set them to do his plowing and his harvesting, and to make his implements of war and the equipment of his chariots.
He will use your daughters as ointment makers, as cooks, and as bakers. He will take the best of your fields, vineyards, and olive groves, and give them to his officials. He will tithe your crops and your vineyards, and give the revenue to his eunuchs and his slaves. He will take your male and female servants, as well as your best oxen and your asses, and use them to do his work. He will tithe your flocks, and you yourselves will become his slaves. When this takes place, you will complain against the king whom you have chosen, but on that day the Lord will not answer you." The people, however, refused to listen to Samuel's warning and said, "Not so. There must be a king over us. We too must be like other nations, with a king to rule us and to lead us in warfare and fight our battles." When Samuel had listened to all the people had to say, he repeated it to the Lord, who then said to him, "Grant their request and appoint a king to rule them." Samuel thereupon said to the men of Israel, "Each of you go to his own city." Chapter 9. There was a stalwart man from Benjamin named Kish, who was the son of Abiel, son of Zeror, son of Bechorath, son of Aphiah, a Benjaminite. He had a son named Saul, who was a handsome young man. There was no other Israelite handsomer than Saul. He stood head and shoulders above the people. Now the asses of Saul's father Kish had wandered off. Kish said to his son Saul, "Take one of the servants with you, and go out and hunt for the asses." Accordingly they went through the hill country of Ephraim, and through the land of Shalisha. Not finding them there, they continued through the land of Shaalim without success. They also went through the land of Benjamin, but they failed to find the animals. When they came to the land of Zuph, Saul said to the servant who was with him, "Come, let us turn back, lest my father forget about the asses and become anxious about us." The servant replied, "Listen, there is a man of God in this city, a man held in high esteem. All that he says is sure to come true. Let us go there now. Perhaps he can tell us how to accomplish our errand." But Saul said to his servant, "If we go, what can we offer the man? There is no bread in our bags, and we have no present to give the man of God. What have we?" Again the servant answered Saul, "I have a quarter of a silver shekel. If I give that to the man of God, he will tell us our way." Saul then said to the servant, "Well said, come on, let us go." And they went to the city where the man of God lived. As they were going up the ascent to the city, they met some girls coming out to draw water, and inquired of them, "Is the seer in town?" In former times in Israel, anyone who went to consult God used to say, "Come, let us go to the seer," for he who is now called prophet was formerly called seer. The girls answered, "Yes, there, straight ahead, hurry now. Just today he came to the city because the people have a sacrifice today on the high place. When you enter the city, you may reach him before he goes up to the high place to eat. The people will not eat until he arrives. Only after he blesses the sacrifice will the invited guests eat. Go up immediately, for you should find him right now." So they went up to the city. As they entered it, Samuel was coming toward them on his way to the high place. The day before Saul's arrival, the Lord had given Samuel the revelation, "At this time tomorrow I will send you a man from the land of Benjamin, whom you are to anoint as commander of my people Israel. He shall save my people from the clutches of the Philistines, for I have witnessed their misery and accepted their cry for help." When Samuel caught sight of Saul, the Lord assured him, "This is the man of whom I told you. He is to govern my people." Saul met Samuel in the gateway and said, "Please tell me where the seer lives." Samuel answered Saul, "I am the seer. Go up ahead of me to the high place, and eat with me today. In the morning, before dismissing you, I will tell you whatever you wish. As for the asses you lost 3 days ago, do not worry about them, for they have been found. Whom does Israel desire ardently, if not you and your father's family?" Saul replied, "Am I not a Benjaminite, of one of the smallest tribes of Israel, and is not my clan the least among the clans of the tribe of Benjamin? Why say such things to me?"
Samuel then took Saul and his servant and brought them to the room, where he placed them at the head of the guests, of whom there were about 30. He said to the cook, "Bring the portion I gave you and told you to put aside." So the cook took up the leg and what went with it, and placed it before Saul. Samuel said, "This is a reserved portion that has been set before you. Eat, for it was kept for you until your arrival." I explained that I was inviting some guests. Thus Saul dined with Samuel that day. When they came down from the high place into the city, a mattress was spread for Saul on the roof, and he slept there. At daybreak Samuel called to Saul on the roof, "Get up, and I will start you on your journey." Saul rose, and he and Samuel went outside the city together. As they were approaching the edge of the town, Samuel said to Saul, "Tell the servant to go on ahead of us, but stay here yourself for the moment, that I may give you a message from God." Chapter 10. Then from a flask he had with him Samuel poured oil on Saul's head. He also kissed him, saying, "The Lord anoints you commander over his heritage. You are to govern the Lord's people Israel, and to save them from the grasp of their enemies round about. This will be the sign for you that the Lord has anointed you commander over his heritage. When you leave me today, you will meet 2 men near Rachel's tomb at Zelzah in the territory of Benjamin, who will say to you, 'The asses you went to look for have been found. Your father is no longer worried about the asses, but is anxious about you, and says, "What shall I do about my son?" Farther on, when you arrive at the terebinth of Tabor, you will be met by 3 men going up to God at Bethel. One will be bringing 3 kids, another 3 loaves of bread, and the third a skin of wine. They will greet you and offer you 2 wave offerings of bread, which you will take from them. After that you will come to Gibeath Elohim, where there is a garrison of the Philistines. As you enter that city, you will meet a band of prophets in a prophetic state, coming down from the high place, preceded by lyres, tambourines, flutes, and harps. The Spirit of the Lord will rush upon you, and you will join them in their prophetic state, and will be changed into another man. When you see these signs fulfilled, do whatever you judge feasible, because God is with you. Now go down ahead of me to Gilgal, for I shall come down to you to offer holocausts and to sacrifice peace offerings. Wait 7 days until I come to you. I shall then tell you what you must do." As Saul turned to leave Samuel, God gave him another heart. That very day all these signs came to pass. When they were going from there to Gibeah, a band of prophets met him, and the Spirit of God rushed upon him, so that he joined them in their prophetic state. When all who had known him previously saw him in a prophetic state among the prophets, they said to one another, "What has happened to the son of Kish? Is Saul also among the prophets?" And someone from that district added, "And who is their father?" Thus the proverb arose, "Is Saul also among the prophets?" When he came out of the prophetic state, he went home. Saul's uncle inquired of him and his servant, "Where have you been?" Saul replied, "To look for the asses. When we could not find them, we went to Samuel." Then Saul's uncle said, "Tell me then what Samuel said to you." Saul said to his uncle, "He assured us that the asses had been found." But he mentioned nothing to him of what Samuel had said about the kingship. Samuel called the people together to the Lord at Mizpah, and addressed the Israelites, "Thus says the Lord, the God of Israel, It was I who brought Israel up from Egypt, and delivered you from the power of the Egyptians, and from the power of all the kingdoms that oppressed you. But today you have rejected your God, who delivers you from all your evils and calamities, by saying to him, Not so, but you must appoint a king over us. Now therefore take your stand before the Lord according to tribes and families." So Samuel had all the tribes of Israel come forward, and the tribe of Benjamin was chosen. Next he had the tribe of Benjamin come forward in clans, and the clan of Matri was chosen, and finally Saul, son of Kish, was chosen. But they looked for him in vain. Again they consulted the Lord, "Has he come here?" The Lord answered, "He is hiding among the baggage.
They ran to bring him from there, and when he stood among the people, he was head and shoulders above all the crowd. Samuel said to all the people, "Do you see the man whom the Lord has chosen? There is none like him among all the people." Then all the people shouted, "Long live the king!" Samuel next explained to the people the law of royalty and wrote it in a book, which he placed in the presence of the Lord. This done, Samuel dismissed the people, each to his own place. Saul also went home to Gibeah, accompanied by warriors whose hearts the Lord had touched. But certain worthless men said, "How can this fellow save us?" They despised him and brought him no present.